നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് തേങ്ങ വറുത്തരച്ച് ചേർക്കാതെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് ഒരു സൂപ്പറായിട്ടൊരു സ്രാവ് കറിയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചൂടാക്കിയ മല്ലിപ്പൊടിയും മുളക് പൊടിയും പെരിഞ്ജീരകം കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചൂടാക്കി എടുത്തിരുന്നില്ലേ, അത് നന്നായിട്ട് ഗ്രേവിയാക്കി മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുവാണ്. ഒരു കിലോ സ്രാവാണ് നമ്മൾ കറിയാക്കാനായിട്ട് പോകുന്നത്. നല്ല പച്ച സ്രാവ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഇത് അത്യാവശ്യം വലിയ പീസാണ്. നമുക്കിത് വാഷ് ചെയ്യുന്ന സമയത്ത് മീഡിയം പീസാക്കി മാറ്റാം. ആദ്യമേ തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിയൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് വാഷ് ചെയ്തെടുക്കുക. കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ മൂപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്കാണ് പൊടിയൊക്കെ മൂപ്പിച്ചെടുക്കുക. അതേ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ, ഇത്രയും മല്ലിപ്പൊടി. അപ്പോൾ മല്ലിപ്പൊടി ഒന്ന് ആദ്യമേ നന്നായിട്ടൊന്ന് മൂക്കട്ടെ. മീൻ കഴുകിയിട്ടില്ലേ, വെള്ളം ഒഴിച്ച് വെച്ചതേ ഉള്ളൂ ഞാൻ. അപ്പോൾ പൊടിയൊന്ന് കൂട്ടി അരപ്പ് തയ്യാറാക്കി വെച്ചിട്ട് മീൻ വാഷ് ചെയ്യാൻ പോകാമല്ലോ എന്ന് വെച്ചു. മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മുളക് പൊടി എടുക്കാൻ പോവാണ്. ഇത്തിരി അരപ്പ് നന്നായിട്ട് വേണം. 1 കിലോ മീനല്ലേ. തേങ്ങ വറുത്തിട്ടല്ല വെക്കുന്നത്, മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ മാത്രം ചൂടാക്കി വെക്കുവാണ്. കറിക്ക് നന്നായിട്ട് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടിയൊക്കെ ഇച്ചിരി കൂട്ടി എടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത്രയും കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പെരിഞ്ജീരകം പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുക. ഈ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ മീൻ കഴുകി വരുമ്പോൾ അരപ്പ് നന്നായിട്ടൊന്ന് കുതിർന്ന് സെറ്റായിരുന്നോളൂ. തീ ഓഫ് ചെയ്തു. ഇനി അത് മിക്സിയുടെ ജാറിൽ അരച്ചതിന് ശേഷം കറി കൂട്ടാൻ നേരത്ത് ഗ്രേവി കാണിക്കാം. കറിക്കുള്ള പുളിയും കൂടെ കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ടാണ് മീൻ കഴുകാനായിട്ട് പോകുന്നത്. അപ്പോൾ പുളി നന്നായിട്ട് കുതിർന്നിരുന്നോളുമല്ലോ. സ്രാവ് ഇവിടെ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. സ്രാവ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഒരു ഇടത്തര സവോളയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വലിയ പച്ചമുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. നമ്മൾ നേരത്തെ ചൂടാക്കിയ മല്ലിപ്പൊടിയും മുളക് പൊടിയും പെരിഞ്ജീരകം കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചൂടാക്കി എടുത്തിരുന്നില്ലേ, അത് നന്നായിട്ട് ഗ്രേവിയാക്കി മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുകയാണ്. കറി തയ്യാറാക്കാനുള്ള ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. വെള്ളം കംപ്ലീറ്റ് വറ്റി ചട്ടി ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് ചൂടായി പോകണമെന്നില്ല.
കാരണം കടുകിട്ട് പൊട്ടിക്കുന്നില്ലല്ലോ നമ്മൾ. ചട്ടിയുടെ സെൻറ്റർ ഭാഗം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു മീഡിയം അളവിൽ വെളിച്ചെണ്ണ ചേർത്താണ് തയ്യാറാക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ജലാംശം കുറച്ചൊന്ന് വരുന്നതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്കൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് സവോള നന്നായിട്ട് വഴന്ന് വന്നോളും ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എണ്ണയിൽ ഇട്ടിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, കറിവേപ്പില. ലേശം ഉപ്പ് ചേർത്ത് വഴറ്റുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടിക്കോളും. നേരത്തേക്ക് നമ്മൾ 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇട്ട് കൊടുക്കുവാണ്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് സവോളയൊക്കെ വഴന്നിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും ഒക്കെ എണ്ണയിൽ കിടന്ന് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. പച്ച നിറത്തിനൊക്കെ ഒരു മാറ്റം വന്നിട്ടില്ല. ഈ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരപ്പോട് കൂടിയിട്ടുള്ളൊരു കുറുകിയ കറിയാണ് എടുക്കുന്നത്, തയ്യാറാക്കുന്നത്. ജാറിനകത്തൊക്കെ ഇനിയും അരപ്പുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് നമ്മുടെ എണ്ണയിൽ കിടന്ന് ഈ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റി വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ഗ്രേവിക്ക് കിട്ടും. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ ആ പച്ച ചുവന്ന് മാറിക്കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ കുടംപുളി ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ പൊടി തയ്യാറാക്കിയ മിക്സിയുടെ ജാറ് നന്നായിട്ട് അതിനകത്തു നിന്നുള്ള ഗ്രേവിയൊക്കെ നന്നായിട്ട് കഴുകി നമ്മൾ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 3-4 മിനിറ്റ് നമ്മുടെ ഗ്രേവി ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. പുളിയും വെള്ളവും എല്ലാം കൂടെ നമ്മൾ നേരത്തെ പുളി കഴുകി വെള്ളത്തിയിട്ടിരുന്നതാണ്.
ഒന്ന് പുളി തിളയ്ക്കുന്നത് വരെ, പുളി തിളച്ചിട്ട് ഈ അരപ്പ് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ മുറിച്ചുകൊണ്ട് വരുന്ന സ്രാവാണെങ്കിൽ നമുക്ക് മറ്റു കറികളൊക്കെ വെക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ തീ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറുകിയ ചാറായത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ചട്ടിയുടെ മൂട്ടി പിടിക്കും. ഹൈ ഫ്ലെയിമിലാണല്ലോ വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ താമസം വരുന്നത് കൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുത്താലും മതിയാവും. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ചെറുതീയിലൊന്ന് തിളച്ചോട്ടെ. അതിനുശേഷം നമ്മൾ നേരത്തെ ജാറ് മയക്കിയൊക്കെ വെച്ചിരിക്കുന്ന വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുറക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുറക് എന്ന് പറയാറുണ്ട് ചില സ്ഥലങ്ങളിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമ്മൾ ഏത് അളവിലാണോ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഉള്ളത് അതിന് പറ്റിയ അളവിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതൊന്ന് തിളച്ച് വരണം. ഈ സമയത്തൊന്ന് ഉപ്പൊക്കെ നോക്കാം. പോരായ്മ ഉണ്ടെങ്കിൽ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള, ഈ ചാറിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കുന്ന അളവിൽ വേണം നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം ഇനി ഇതിനകത്തേക്ക് മീനിന്റെ പീസും കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണല്ലോ. അതനുസരിച്ച് നമ്മളിവിടെ ഉപ്പ് ഇതിനുണ്ടാവണം. ഞാനൊരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഏതൊരു സാധനമാണെങ്കിലും നമുക്ക് തിളച്ച് വരാൻ വേണ്ടിയിട്ട് അല്പസമയം അടച്ചു വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും. കാരണം എയർ ടൈറ്റ് ആയിട്ട് അടഞ്ഞിരിക്കുമ്പോഴത്തേക്ക് വേഗം തിളയ്ക്കും. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഒരു മീഡിയം കഷ്ണമായിട്ട് ആണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടച്ചു മൂടി വെക്കണമെന്നില്ല. ഒന്ന് ചെറുതായിട്ട് ചെറുക്കണിച്ചു മൂടുന്നെന്ന് പറയല്ലേ, അതായത് ഒരു ഇത്തിരി ഭാഗം ഓപ്പൺ ആക്കി വെച്ചിട്ട് കറി വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്രാവ് കറി ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ കറി നമുക്ക് ഒരു 3-4 ദിവസം ഒരു കേടും കൂടാതെ ഇരുന്നോളും. ഇതിനകത്തേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്യുവാണ് ഞാൻ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ചാറിൽ കറി നിർത്തണം. അതല്ലെങ്കിൽ നമ്മൾ കറി കോരി വിളമ്പുമ്പോഴത്തേക്ക് പിന്നെ കഷ്ണം മാത്രമാകും, ആവശ്യത്തിന് ഗ്രേവി ഇല്ലാതെ വരും. മൺചട്ടി ആയതുകൊണ്ട് ഇതിരുന്ന് കഴിയുമ്പോൾ കറി ഒന്നും കൂടെ സെറ്റ് ആയിക്കോളും.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്.